സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിന് കാരണമായ ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങൾ ഭൗതികവും അഭൗതികവുമായ തലത്തിലുണ്ട്, അല്ലെങ്കിൽ മാനസികവും കായികവുമായ തലത്തിലുണ്ടെന്നും അത് പുരോഗമിച്ചുകൊണ്ടോ വികസിച്ചോ വളർന്നുകൊണ്ടോ ഇരിക്കുകയാണെന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഉപകരണങ്ങളുടെ ഒരു ലോകത്ത് മനുഷ്യൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു യുഗപരിവർത്തനം ആവശ്യമായ കാലത്താണ്. കാരണം ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഉപകരണങ്ങളിൽ നിന്നുണ്ടായിരുന്ന മനുഷ്യൻ്റെ ഒരു ആധിപത്യം മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ അതിസൂക്ഷ്മ തലത്തിലേക്ക് വരുന്നതോടുകൂടി അതിന് മുമ്പുണ്ടായിരുന്ന വലിയതാണ് വലിയവൻ, അല്ലെങ്കിൽ വലിയവനാണ് ശക്തി എന്ന ആ കോൺസെപ്റ്റ് തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇപ്പോൾ വലിയവനും വലിയ ശക്തിയുള്ളവനേക്കാളും ഭീകരനും അതിനെ തകർക്കാൻ കഴിയുന്നവനാണ് ചെറുതും വൈറസ് പോലുള്ള വളരെ ചെറിയ ജീവികൾ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ദൈവം എന്ന് പറഞ്ഞത് ഭയങ്കര ശക്തിയുള്ളതാണ്, വലിയ ഇതാണ്. ഇപ്പോൾ അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത്. അള്ളാഹു അസ്ഗർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം നീങ്ങുന്നു. അതായത് ഏതിനാണ് ശക്തി കൂടുതൽ, ഏതിനാണ് മറ്റേതിനെ തകർക്കാൻ കഴിയുക എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഏതുപോലെ എന്ന് വെച്ചാൽ എല്ലാ ഉപകരണങ്ങളും ഈ യഥാർത്ഥത്തിൽ മനുഷ്യ സൃഷ്ടിയാണെന്നാണ്. ഈ മാനസിക ഉപകരണങ്ങളടക്കം. അപ്പോൾ അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു, ഞാൻ പണ്ടെന്ന് വായിച്ചതാണ്, ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞത്. ബെർട്രാൻഡ് റസ്സൽ ഒരു പ്രാവശ്യം അമേരിക്കയിലൂടെ അങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ കാലിഫോർണിയയും നോർത്ത് ഡക്കോട്ടയും, കാലിഫോർണിയ എന്ന് വളരെ പരിഷ്കൃതമായ ആധുനികമായ വളരെ സാമ്പത്തികമായ ഉന്നതിയിലെത്തിയ ഒരു സ്ഥലം. നോർത്ത് ഡക്കോട്ട എന്ന് പറഞ്ഞാൽ അത്രത്തോളം പരിഷ്കൃതമല്ലാത്ത പഴയ ഒരവസ്ഥയിൽ കാർഷികമായി ഒരു സ്ഥലം. ഇത് രണ്ടും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ കമ്പാരിസനാണ്. അപ്പോൾ കാലിഫോർണിയയിലുള്ള അവസ്ഥ അന്നത്തെ സാമ്പത്തിക എക്കണോമി ആണ് അതിനെ നയിക്കുന്നതെന്നും അതിൽ തന്നെ പണം, അതേപോലെ തന്നെ മാർക്കറ്റ്, ഇത് ഒക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും കാണിക്കുന്നത്. അദ്ദേഹം അപ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ്. അതായത് ഇന്നാണ് സ്വർഗം കണ്ടെത്തി, സ്വർഗം നരകം അത് കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ചൂട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു പ്രദേശത്തു നിന്നാണ്. നേരെ മറിച്ച് അതുകൊണ്ടാണ് നരകം ഭയങ്കര ചൂടുള്ളതും സ്വർഗം നല്ല മനോഹരമായ ഒരു എയർ കണ്ടീഷൻ സ്ഥലമായിട്ട് തോന്നിയത്. നേരെ മറിച്ച് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ, ഇന്ന് ആണ് മനുഷ്യൻ സ്വർഗവും നരകവും കണ്ടെത്തുന്നെങ്കിൽ, ഇന്ന് സ്വർഗം എന്നത് നരകം എന്നതും, നരകം എന്ന് പറഞ്ഞാൽ തീരെ ഈ പണത്തിനും പണത്തിൻ്റെ മൂല്യത്തിനും അതേപോലെ വിലക്കും, അതായത് വിലക്കയറ്റ്, പണപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനൊന്നും യാതൊരു നിശ്ചയമില്ലാത്ത എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റവും മറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് കാണുമായിരുന്നു ഇന്ന്.
നേരെ മറിച്ച് സ്വർഗം എന്ന് പറഞ്ഞാൽ വില തീരെ കൂടാത്ത, വില എന്നും സ്ഥിരമായി നിൽക്കുന്ന അതായത് ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലോകത്തേക്ക് മനുഷ്യൻ മാറിയെന്നും മനുഷ്യൻ എന്നത് ഒരു സാമ്പത്തിക ജീവിയായി മാറുന്നു എന്നും ആണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യത്തിന് പകരം ഇന്ന് അസ്ഗർ എന്ന മുദ്രാവാക്യം, അല്ലാഹു അസ്ഗർ എന്ന മുദ്രാവാക്യം വന്നുകൂടായികയില്ല എന്നാണ് 20-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള സയൻസിൻ്റെ മുന്നേറ്റം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും അതോടുകൂടി നമ്മൾ ഈ ഭൗതികമായ ആശയങ്ങളെക്കാൾ, ഭൗതികമായ വസ്തുക്കളെക്കാൾ മാനസികമായ ഒരു തലമുണ്ടെന്നും മനുഷ്യന് പ്രകൃതിയെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണ മനസ്സിലാക്കാൻ പോലും ആയിട്ടില്ല എന്നുള്ള ഒരു വിനയഭാവം അല്ലെങ്കിൽ ഒരു വിവേകത്തോടു കൂടിയുള്ള ഒരു ബോധം മനുഷ്യന് മെല്ലെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ഈ ആചാരങ്ങളെ ഒക്കെ പൂർണ്ണമായും ധിക്കരിക്കുന്നതിനും തള്ളിക്കളയുന്നതിനും വർജിക്കുന്നതിനും പകരം ഈ ആചാരങ്ങളെ കൂടുതൽ സാർത്ഥകവും കൂടുതൽ ശാസ്ത്രീയവുമായ രീതിയിൽ സമീപിക്കുന്നു. അതിനുള്ള കാരണം അല്ലെങ്കിൽ അതിനുള്ള പുറത്തേക്ക് തോന്നുന്ന കാരണം മോശമാണെങ്കിൽ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ സ്വർഗം കിട്ടാനോ മറ്റൊക്കെയാണെന്ന് പറയുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് നിലനിൽക്കാനുള്ള കാരണം അതിന് അതിൻ്റേതായ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണെന്നുള്ള ശാസ്ത്രീയ സത്യം നാം പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആചാരങ്ങളോടുള്ള സമീപനം ചരിത്രപരമാവണം. ആധുനിക യുക്തി പ്രയോഗം കൊണ്ട് അതിൻ്റെ പെരിഫറലായിട്ട് കാണുന്ന വസ്തുക്കൾ നോക്കിയിട്ട് അതിനെ തള്ളിക്കളയേണ്ടതല്ല. സാമൂഹ്യ ജീവിത മാധ്യമങ്ങൾ അതിന് എങ്ങനെ അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സാധാരണ ഈ മുസ്ലിം ഇതിൽ കാണുന്ന മൗലൂദ്, റാത്തീബ് പോലുള്ളതൊക്കെ, ആണ്ടർദീതൊക്കെ പറയുന്നതൊക്കെ അതുകൊണ്ട് സ്വർഗം കിട്ടും എന്നുള്ളത് നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് എന്തൊക്കെ മെച്ചമുണ്ട്, എങ്ങനെ കുടുംബത്തിൻ്റെ ഭദ്രതയും കുടുംബത്തിൻ്റെ സ്നേഹങ്ങളും കുടുംബത്തിൻ്റെ കൂട്ടായ്മയും മറ്റൊക്കെ എങ്ങനെ അതുകൊണ്ട് പരിപോഷിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നാം മറന്നുകൊണ്ട് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്ന് തള്ളിക്കളയുന്നത് അബദ്ധമായിരിക്കും. സാംസ്കാരികമായി ഒന്നുമില്ലാത്ത ഒരു വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ ആചാരങ്ങളൊക്കെ തന്നെ അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് അശാസ്ത്രീയമാണ്. അതിന് ബദലുകളോ അതിൻ്റെ ഫങ്ഷൻസ് നിലനിർത്താൻ ബദലുകളോ അല്ലെങ്കിൽ അത് തന്നെയോ നിലനിർത്തണം. അതിൽ
ഒഴിവാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പൂർണ്ണമായും പ്രത്യക്ഷമായും നമ്മുടെ വ്യവസ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് എതിരാണെങ്കിൽ മാത്രമേ അതിനെ ഒഴിവാക്കൂ. ഉദാഹരണമായിട്ട് സതി എന്നത് ഒരു മനുഷ്യനെ കൊല്ലലാണ്. അതായത് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ അയാളുടെ ഭാര്യയും കൂടെയും തീയിൽ ചാടി മരിക്കണം എന്നത് 100% നമ്മൾ എതിർക്കേണ്ടതാണ്. നേരെ മറിച്ച് ശബരിമല ഇഷ്യൂവിലിപ്പോൾ ഈ സ്ത്രീകൾ പോകാതിരുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ശബരിമലക്ക് ഉണ്ടാവില്ല, സ്ത്രീകൾക്കും ഉണ്ടാവില്ല. അവിടെ ഒരു അവകാശ നിഷേധമോ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉള്ളൂ. അത് പണ്ടേ ഉണ്ടായിരുന്നെന്നാണ്. അത് പുതുതായിട്ട് നമ്മളിപ്പോൾ അവിടെ ഉള്ളവർ മുഴുവൻ സ്ത്രീകളായി, സ്ത്രീകൾ മാത്രം അവിടെ പോയി എന്നുള്ളത് കൊണ്ടും നമ്മുടെ ഈ സോഷ്യലിസ്റ്റ് ആദർശത്തിനോ നമ്മളെ ലക്ഷ്യത്തിനോ ഒരു ഇഞ്ച് പോലും ഉപകാരം അതുകൊണ്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സതിയും അതേപോലെ ഈ ശബരിമലയിലേക്കുള്ള സ്ത്രീ പ്രവേശനവും രണ്ടും രണ്ട് ആചാരങ്ങളാണ്. ഇതിലേത് ആചാരമാണ് നമ്മൾ പൂർണ്ണമായിട്ടും എതിർക്കേണ്ടതും അതേപോലെ തന്നെ ഒരു വലിയ പരിധിവരെ സംരക്ഷിക്കേണ്ടതും? ആ സമൂഹത്തിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ ഈ ശബരിമല ഇഷ്യൂ തന്നെയാണ് നടത്തുന്നത്. കാരണം അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. എന്താണ്? എത്രയോ മനുഷ്യർക്ക് വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഈ ശബരിമല വിശ്വാസം ഉപകാരപ്രദമാകുന്നുണ്ട്. ഇപ്പോൾ 40 ദിവസമെങ്കിൽ 40 ദിവസം അന്ന് വരെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, സാധാരണ ഒരു തൊഴിലാളി വൈകുന്നേരം വന്ന് പിന്നെ വെള്ളം അടിച്ചിട്ട് ആകെ കൊളാക്കുന്ന അതിന് വീടും കുടുംബവും ഒക്കെ ആകെ പ്രശ്നമാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു അറുതി ഈ 40 ദിവസങ്ങളുണ്ടാവുന്നു. അതൊരു ഗുണം. മറ്റൊരു ഗുണം, ഈ ശബരിമലയിൽ വിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യപാനം നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനെ നിയന്ത്രിക്കാനും നിർത്താനും പ്രയാസം ഉണ്ടാവില്ല. അത് അവരുടെ കയ്യിലാണ്. അവർക്ക് എപ്പോഴും ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടില്ലേ, അവർ എത്ര കാലം കുടിച്ചിട്ടുണ്ടെങ്കിലും അത് നിർത്താനുള്ള ഒരു കഴിവ്, ശേഷി ഈ ശബരിമല വിശ്വാസം അവർക്ക് സ്വയം പ്രായോഗികമായിട്ടും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. അത് പ്രായോഗികമായിട്ട് അവർ നടത്തുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടിപ്പോൾ ഈ ശബരിമലയിൽ പോയി വന്നതിന് ശേഷം ചിലപ്പോൾ 4 കാലിലായിരിക്കും വരിക. അങ്ങനെയാണെങ്കിലും അതിന് അങ്ങനെ ഒരു വലിയ ഗുണം കൂടി ഉണ്ടെന്നർത്ഥം. അത് മറ്റു രീതിയിൽ കിട്ടുമായിരിക്കും. അപ്പോൾ നേരെ മറിച്ച് ഇങ്ങനെയുള്ള അതിൻ്റെ ഗുണങ്ങളെ നമ്മൾ കാണുകയും അപ്പോൾ ഈ പാരമ്പര്യം എന്നത് നമ്മളെ സമൂഹത്തിനുള്ളിലുള്ള ഒരു ജീവിത രീതിയാണ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ ഒരു സമൂഹം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിക്കുന്നതിന് അപകടമാണ്. മാത്രമല്ല, അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ് നല്ലതെന്നർത്ഥം. അതായത് ശബരിമല ഇഷ്യൂവിൽ എപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എപ്പോൾ സ്ത്രീകൾ അവിടെ വരുന്നതിലും കുഴപ്പമില്ല, സ്ത്രീകൾ അവിടെ പൂജാരികളാകുന്നതിനും കുഴപ്പമില്ല എന്ന് അവർക്ക് തോന്നുന്നു, അപ്പോഴത് മാറിക്കോട്ടെ. അതുവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗമന ആശയം ഉണ്ട് എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ന്യൂട്രലാണ് നടത്തും. ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ് നമ്മൾ ഗാന്ധിജിയെ നമ്മൾ കണക്കിലാക്കേണ്ടത്. ഗാന്ധിജിയെക്കുറിച്ച് ഇർഫാൻ ഹബീബ് പറഞ്ഞ തന്നെ, പാരമ്പര്യത്തിൻ്റെ പരിവേഷത്തിനുള്ളിൽ ആധുനിക മൂല്യങ്ങൾ ഒളിച്ചു കടത്തിയ ഒരാളാണ് ഗാന്ധിജി. അതാണ് ഗാന്ധിജിയുടെ വിജയം എന്നർത്ഥം. അതേപോലെ
പാരമ്പര്യത്തിൻ്റെ പരിവേഷത്തിനുള്ളിലായിരുന്നു നമ്മുടെ പുരോഗമന ആശയങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന മൂല്യങ്ങൾ ഒളിച്ചു കടത്തിയിരുന്നെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് വിപ്ലവം വരും. ഇത് നാം മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഗാന്ധിജി എത്ര പെട്ടെന്നാണ് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു കഴിവില്ലാത്തിരുന്ന ഒരു മനുഷ്യന് എത്ര പെട്ടെന്നാണ് ഒരൊറ്റയാനായിക്കൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും മനസ്സിലേക്ക് ഒരു സ്ഥിരപ്രതിഷ്ഠ നടത്തിയത്. അതിന് മറ്റുള്ളൊരാളുടെ സഹായം. അപ്പോൾ അതിന് പറ്റിയ ഒരു സമൂഹം ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആ സോഷ്യൽ റീഡിങ് ആണ് കൂടുതൽ ശരി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മുടെ സാമാന്യ ആപേക്ഷികത ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ ഏതാണ് ശരി എന്നത് നോക്കി ആണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. അതല്ലാതെ കേവലമായ ശരിയും കേവലമായ തെറ്റും ഈ കാര്യത്തിൽ ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിനർത്ഥം. അപ്പോൾ ഈ 1770കളിലുള്ള ഫ്രഞ്ച് റവല്യൂഷനിൽ പറയുന്ന മുദ്രാവാക്യങ്ങൾ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി അത് സാർത്ഥകമാക്കുക എന്നുള്ളതിന് നിലവിലിരിക്കുന്ന വിശ്വാസങ്ങൾ ഇതിലെത്ര ഇതടങ്ങിയിട്ടുണ്ട്, നമ്മുടെ പാരമ്പര്യങ്ങൾ എത്ര കണ്ട് അതുണ്ട്, അത് മുഴുവൻ നമ്മൾ എടുക്കുകയും അത് നമ്മുടേതായിട്ട് അവകാശപ്പെടുകയും അത് നമ്മളെ സ്വന്തമാണെന്ന് അവകാശപ്പെടുകയും അതോടുകൂടി ഈ കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോഴാണ് ജനങ്ങളെ കൂടുതൽ, കാരണം ഈ കാര്യം ആർക്കും എതിർക്കാൻ കഴിയില്ല. ഒരു വലിയ പരിധിവരെ പുരോഗമന ആശയം ഉള്ള ഒരാൾക്ക്, സംസ്കാരം സിദ്ധിച്ച ഒരാൾക്കും ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റിയെ എതിർക്കാൻ കഴിയില്ല. അവർക്ക് എതിർക്കാൻ കഴിയുക എന്താണ്? മറ്റ് കാര്യങ്ങളാണെന്നർത്ഥം. അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലക്ഷ്യമായ സോഷ്യലിസത്തെ അല്ല അവരെതിർക്കുന്നത്. അവരെതിർക്കുന്നത് ഇവന് ധാർഷ്ട്യമുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ മോശക്കാരനാണ്, അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ കടക്കടാ പുറത്ത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ എത്ര വലിയ ധാർഷ്ട്യമുള്ള ആളാണ് എന്നുള്ള വ്യത്യസ്തമായ അയാൾ വലിയ അതും അല്ലാതെ ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അവരോട്. അല്ലാതെ കമ്മ്യൂണിസത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായ സോഷ്യലിസത്തെ എതിർക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ആസൂത്രിതമായിട്ട് തന്നെ നമ്മൾ പരമാവധി ബഹുജനത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളോടും അവരുടെ സംസ്കാരത്തോടും ഒട്ടി നിന്ന് ആ സംസ്കാരത്തിലുള്ള എല്ലാ നന്മകളും എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടേതാണെന്നും അത് പൂർണ്ണമായും നമുക്ക് അവകാശപ്പെട്ടാണ്. സംസ്കാരം, മതം ഒക്കെ നമുക്ക് അവകാശപ്പെട്ടാണെന്നും അത് ശത്രുക്കൾക്കോ എതിരാളികൾക്കോ സാമൂഹ്യ വിരുദ്ധർക്കോ അവകാശപ്പെട്ട അവർക്ക് അതിന് അർഹതയില്ല എന്നുമാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിലും ആ സമൂഹത്തിൽ പരമ്പരാഗതമായി അത് നിലനിന്ന അതിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ
പ്രത്യേകിച്ച് പുരോഗമന ആശയം വിത്ത് വിതച്ച് അത് വികസിക്കണം എന്നർത്ഥം. അപ്പോഴാണ് ഏറ്റവും നല്ല പുഷ്പവും ഏറ്റവും നല്ല കായകളും വേഗത്തിലുണ്ടാവും. അതല്ലാതെ ഇതൊക്കെ തെറ്റാണ്, അബദ്ധമാണ്, ഇന്ത്യയിലുള്ളതൊക്കെ തനി വഷളത്തരാണ്, തനി വിഡ്ഢിത്താണ്, ഇന്ത്യക്കാർക്കൊന്നും ഒരു വിവരമില്ല എന്ന വെള്ളക്കാരൻ്റെ അത് ഒരിക്കലും ഇവിടെ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആത്മാഭിമാനമുള്ള ഒരു സമൂഹത്തിനും അത് കഴിയില്ല. മറ്റൊരു രാജ്യത്തിൻ്റെത് ഇറക്കുമതി ചെയ്തിട്ട് അതിവിടെ നടത്തുക എന്നുള്ളത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നും നമ്മളെ ലക്ഷ്യം ആപേക്ഷികമാണെന്നും ഈ സാമാന്യ ആപേക്ഷികത അംഗീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ലോകത്ത്, പ്രത്യേകിച്ചും ഈ പ്രകൃതിയുടെ ഭാഗമായ നമുക്ക് പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ എങ്ങനെ നമുക്ക് മനുഷ്യ സൗഹൃദമാക്കാമെന്നും ആണ് നമ്മൾ പരിശോധിക്കേണ്ടതും മുന്നോട്ട് നീങ്ങേണ്ടതും. അതിൽ ഈ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഉപകരണങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് സാമാന്യ ആപേക്ഷികതയും അതേപോലെ തന്നെ നമ്മളെ ക്വാണ്ടം സിദ്ധാന്തം. ഇതൊന്നും തന്നെ ഈ രണ്ട് സിദ്ധാന്തത്തിനും ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, അതിലിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡബിൾ സ്പ്ലിറ്റ് തിയറി, ഇൻ്റർഫേസും പാറ്റേണും അതേപോലെ തന്നെ ടൈം ഡയലേഷനും ഒക്കെ. ഇതൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാവില്ല എന്നതുകൊണ്ട് മനുഷ്യൻ ആർജിക്കേണ്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വിനയമാണ്. അതായത് പ്രകൃതി എന്നത് പോലും നമുക്ക് ദുരൂഹമാണെന്നും അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആർജിക്കാനായിട്ടുള്ളൂ എന്നും, അതുകൊണ്ട് മാത്രമല്ല നാം പ്രകൃതിയുടെ ഭാഗമാണെന്നും ആ പ്രകൃതിയിൽ നിന്ന് തോൽപ്പിക്കാം, പ്രകൃതിയെ നമുക്ക് കീഴടക്കാം എന്ന ആ പൈശാചിക ഭാവം നമ്മൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിയുള്ള ഒരു വിസ്ഡമുള്ള ആൾക്കാർക്ക് പറ്റുന്നതല്ലെന്നുമുള്ള അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഒരു വ്യത്യസ്ത രീതിയിൽ നമ്മുടെ ഒരു യുഗപരിവർത്തനം നമ്മളെ എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷി ആയിക്കോട്ടെ, നമ്മളെ വ്യവസായമായിക്കോട്ടെ, നമ്മളെ ആരോഗ്യ സംരക്ഷണമായിക്കോട്ടെ, നമ്മളെ വിദ്യാഭ്യാസമായിക്കോട്ടെ, എല്ലാ മേഖലകളിലും അതിനനുസരിച്ച ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയെന്ന് വെച്ചാൽ അതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, അതായത് മനുഷ്യന് ഇവിടെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയും എന്നതല്ല ശരി. മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. മനുഷ്യന് പ്രകൃതിയുടെ താളങ്ങളും പ്രകൃതിയുടെ രീതികളും പ്രകൃതിയുടെ ഭാഷയും മനസ്സിലാക്കി അതിന് അനുസരിച്ച് അതിൻ്റെ ഒരു ഉപാസകനാവുക എന്നതേ ചെയ്യേണ്ടുള്ളൂ. എന്നാൽ തന്നെ ലോകത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു അഭിവൃദ്ധി, വികാസം മനുഷ്യന് ഉണ്ടാവും എന്ന് ആണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്. അതിനുള്ള ഏറ്റവും ആദ്യത്തെ വെടിപൊട്ടിച്ച ആൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് കൃഷിയിലാണ്. അതാണ് മസനോബു ഫുക്കോക്കയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകത്തിലൂടെ വരുന്നത്. അതിൻ്റെ പ്രധാന ആശയം, അത് പൂർണ്ണമായിട്ടും ശരിയാണെന്നോ വിജയിക്കുമെന്നോ
എന്നുള്ളത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആശയം എന്താ വെച്ചാൽ നമ്മൾ കൃഷി എന്നതാണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ വിളവുണ്ടാവുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. കൂടുതൽ വിളവുണ്ടാവാൻ നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ്, കൃഷി എന്നത് അടിസ്ഥാനപരമായി പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് വിത്തും അതേപോലെ തന്നെ അതിൻ്റെ സസ്യങ്ങളും അതിൻ്റെ പൂവും കായുമാണ് അതിൻ്റെ ഒരു സംവിധാനമാണ്. അത് മുഴുവൻ പ്രകൃതിയുടേതാണെന്നും അതിൽ ഇപ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ പലതും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അബദ്ധങ്ങളുമാണെന്നും അതിൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പുതിയ ഒരാശയത്തിലേക്ക് മനുഷ്യൻ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതാണ് ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് കാർഷിക രംഗത്തുള്ള അവസ്ഥ. അതേപോലെയോ ഒരുപക്ഷെ സമാനമായ ഒരു തലമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലും തന്നെ നമ്മൾ മനുഷ്യൻ എന്ന ജീവി അവൻ്റെ ഈ തലച്ചോറിന് കഴിയുന്ന കഴിവുകൾ അപാരമാണെന്നും അതിൻ്റെ കഴിവുകളുടെ വളരെ കുറഞ്ഞ ശതമാനമേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നും അതിന് ആന്തരികമായ ഒരു ചോദന ഉണ്ടാക്കുക അല്ലാതെ ബാഹ്യമായ കുറേ സമ്മർദ്ദങ്ങളും ബാഹ്യമായ കുറേ ഭീഷണിയും മർദ്ദനവും കൊണ്ട് ഒരിക്കലും കുടുംബപരമായിക്കോട്ടെ അതിനേക്കാളൊക്കെ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആവുക അല്ലെങ്കിൽ ഫലപ്രദമാവുന്നത് ആന്തരിക ചോദനകളെ പ്രചോദിപ്പിക്കുകയും അതിനെ പരമാവധി ഡയറക്റ്റായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളതാണെന്നുള്ള ആ ബോധം ഉണ്ടാക്കുക. അതേപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ രോഗം എന്നതിനെ തന്നെ 100% വ്യത്യസ്തമായ ഒരു നിർവചനവും അതേപോലെ തന്നെ അതിനോടുള്ള സമീപനവും. രോഗം എന്നത് പ്രകൃതിയുടെ ഭാഗമാണെന്നും നാം പ്രകൃതിയുടെ ഭാഗമാണെന്നും അതേപോലെ തന്നെ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സൗരയൂഥത്തിൻ്റെയും ഈ ഗാലക്സികളുടെയും ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ശരീരമെന്നും ആ ശരീരത്തിൻ്റെ ചലനങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റ് ചലനങ്ങളുടെ തന്നെ ഭാഗമാണെന്നും എന്ന ഒരു പുതിയ അവബോധം ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആണ് ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ മറ്റ് തലങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നത്. അങ്ങനെ അതിനും മാറ്റങ്ങൾ വരും. അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചിന്താധാരയെ തന്നെ, മനുഷ്യൻ്റെ ചിന്താധാരയെ പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ദിശയിലേക്ക്, എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന ദിശയിൽ നിന്ന് മാറി വ്യത്യസ്ത ദിശ, എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന ഒരു പുതിയ ദിശയിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ, മനുഷ്യൻ്റെ അന്വേഷണം നീങ്ങുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. അത് ഇപ്പോൾ വന്നതാണെന്നർത്ഥം. അത് 20-ാം നൂറ്റാണ്ടിന് മുമ്പ് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതിൽ മാറി അതായത് അതോടുകൂടിയാണ് നമ്മൾ പ്രപഞ്ചത്തെ, പ്രകൃതിയെ, നമ്മുടെ നിലവിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിന് വലിയ ഒരു പരിധിയിലപ്പുറം നമുക്ക് മാറ്റം വരുത്താനോ നമുക്ക് വ്യാമോഹിക്കാനോ അതിനെ മാറ്റിമറിക്കാനോ പറ്റില്ല എന്ന ഒരു വിനയം മനുഷ്യന് ഉണ്ടാകുന്നതും അതോടുകൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ
അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കൃഷിയെക്കുറിച്ചിട്ട് തന്നെ പറയാം. അത് എങ്ങനെ ഈ കൃഷിയിൽ ഈ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം വന്നു, അതോടുകൂടി തന്നെ പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് പറയാം, പിന്നെ ആരോഗ്യത്തെക്കുറിച്ചിട്ട് പറയാം. അതിനുശേഷം നമുക്ക് ഈ പൊളിറ്റിക്സും അല്ലെങ്കിൽ രാഷ്ട്രീയം ഇതിനെക്കുറിച്ചിട്ട് ഈ 4 കാര്യങ്ങളും കൂടി ഇതോടുകൂടി പറയണം എന്നാഗ്രഹിക്കുന്നു. എന്തായാലും പിന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് പരമാവധി ഇത് പുതിയ ആശയമാണ്. ഈ ആശയം പ്രയോജനകരമാണെന്ന് ഇനി വരുന്ന തലമുറകൾക്ക് പ്രയോജനമാണെന്നും അതുവഴി മനുഷ്യൻ്റെ മാർക്സൊക്കെ പറഞ്ഞ പോലുള്ള അന്യനെ മറ്റുള്ളവരുടെ ശബ്ദം നമുക്ക് സ്വന്തം ഒരു സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു തലമുറ. എന്തായാലും ലോകത്ത് എന്തൊക്കെ പറയുകയാണെങ്കിലും ഇവിടെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് നമുക്ക് ജീവിക്കാനും അന്യോന്യം പങ്കുവെക്കാനും നാം ശ്രമിക്കുകയാണെങ്കിൽ ഇത് നടക്കും. മാത്രമല്ല ഇവിടെ അബണ്ടൻ്റ് റിസോഴ്സസ്, പെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ വളരെ കുറഞ്ഞ ശതമാനമേ നമുക്കാവും. അത് സ്വീകരിക്കാൻ പല മെത്തേഡുകളുണ്ട്. മനുഷ്യനുണ്ടാക്കിയ മെത്തേഡുണ്ട്, പ്രകൃതി ഉണ്ടാക്കിയ മെത്തേഡ്. പ്രകൃതി ഉണ്ടാക്കിയ മെത്തേഡ് പച്ചിലകൾ മാത്രമാണ്. പച്ചിലകൾ, അതായത് അതും ശരിക്കും പറഞ്ഞാൽ ഒരു സോളാർ ബാറ്ററിയാണെന്ന് അർത്ഥം. അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം പ്രകൃതി തന്നെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം തന്നിട്ടുണ്ട്. അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക, വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ മനുഷ്യൻ ചെയ്യേണ്ടതുള്ളൂ. അതിന് നിലവിലിരിക്കുന്ന എല്ലാ തത്വസംഹിതകളും ചിന്താധാരങ്ങളും ഉപയോഗിക്കുക. അതിന് ഇന്നേ വരെയുള്ള എല്ലാ ദർശനങ്ങളും നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതേ വേണ്ടൂ. ആ ദർശനങ്ങളിൽ ഒക്കെ തന്നെ എന്തൊക്കെ ഉപകാരപ്രദമായതുണ്ടോ അതേ എടുക്കേണ്ടുള്ളൂ. നെഗറ്റീവായത് തള്ളിക്കളഞ്ഞോളൂ. അങ്ങനെ ഈ മനുഷ്യന് ഇന്നേ വരെ ജീവിച്ച എല്ലാ മനുഷ്യരുടെയും ദർശനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ആദർശങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് വികാസമായിട്ട് ഇനിയുള്ള ലോകത്തിന് നീങ്ങാനാവും. അങ്ങനത്തെ ഒരു അവസ്ഥയുടെ അനുരണനങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ ലഭിച്ചു തുടങ്ങിയ ഒരു കാലമായതുകൊണ്ടാണ് ഇപ്പോഴിത് പറയാനുള്ള ഒരു ആത്മവിശ്വാസം വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്. ഈ അഭിപ്രായങ്ങളിൽ ഞാൻ പറഞ്ഞതിൽ വല്ല ഭീമ അബദ്ധങ്ങളോ ചെറിയ തെറ്റുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നും പരമാവധി ഇത് ഷെയർ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.